ഫ്രണ്ട്സ്, നമുക്കിന്ന് പാൽപൂരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഈ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അതിനെ കുറച്ച് ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക കേട്ടോ. ഇനി നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. റവ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഞാൻ പാലായിട്ട് എടുക്കണത് തേങ്ങയുടെ പാലാണ്. അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു മൂടി ഫുള്ളായി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ പാക്കറ്റ്. പിന്നെ കുറച്ച് പഞ്ചസാര, മധുരം കൂടുതൽ ആവശ്യമുള്ളവർ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ചധികം കാഷ്യൂ, പിന്നെ ബദാം, പിന്നെ നമുക്കത് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിതിനി ചെറിയ ബോൾസുകളാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ആക്കണത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പം ഞാൻ പൂരി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കാം. പാൽപൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.